കുറച്ച് ദിവസങ്ങളായി വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് നമ്മുടെ ഉണ്ണികൃഷ്ണൻ പോറ്റി. അതാരാണെന്ന് കുറേയൊക്കെ പ്രേക്ഷകർക്ക് ഇപ്പോൾ അറിയാമായിരിക്കാം. എങ്കിലും ഞാൻ ഒന്ന് ഓർമ്മിപ്പിക്കാം. നമ്മുടെ ഈ ദ്വാരപാലക ശില്പവും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ബന്ധം എന്താണ്? ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് നമ്മൾ എത്തുന്നത് അങ്ങനെയാണ്. ഈ ശബരിമലയിലെ പൂജാകാര്യങ്ങളിലൊക്കെ സഹായിയായിരുന്നു. ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികൾ വഴിപാടായി നൽകിയ താങ്ങുപീഠം, ഇതൊക്കെ യഥേഷ്ടം കൈകാര്യം ചെയ്യാൻ മാത്രം ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ എന്താണ് ശബരിമലയുമായി അദ്ദേഹത്തിനുള്ള കണക്ഷൻ എന്നുള്ളത് പറയണം. ശബരിമലയിൽ പൂജാകാര്യങ്ങളായി സഹായിയായിട്ട് ഒരിക്കൽ നിന്നു. അന്ന് മുതൽ ശബരിമലയുമായി അദ്ദേഹത്തിന് നേരിട്ടുള്ള ഒരു ബന്ധം തുടങ്ങുകയാണ്. അദ്ദേഹം ഏത് ക്ഷേത്രത്തിലാണ് ഇപ്പോഴെന്ന് നമ്മൾ നോക്കുമ്പോൾ നിലവിൽ ബംഗളൂരുവിലെ അയ്യപ്പ ക്ഷേത്രത്തിലെ പൂജാരിയാണ് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി. അതായത് കേരളത്തിന് പുറത്തുള്ള അയ്യപ്പ ഭക്തരുടെ കൂട്ടായ്മകൾ രൂപീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് അദ്ദേഹം എന്ന് ചുരുക്കം. കേരളത്തിന് പുറത്തുള്ള ഉന്നത ഉദ്യോഗസ്ഥർ, അതുപോലെ തന്നെ വ്യവസായികൾ, ഇവർക്കൊക്കെ ശബരിമലയിൽ വരാനായിട്ടുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നതും ഇതേ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ്. അപ്പോൾ കണ്ടിട്ടില്ലാത്തവർക്ക് ഒന്ന് കാണിച്ചു തന്നേക്കാം. ഇതാണ് നമ്മൾ പറഞ്ഞ കഥാപാത്രം ഉണ്ണികൃഷ്ണൻ പോറ്റി. കർണാടക, തെലങ്കാന, ആന്ധ്രാപ്രദേശ് ഈ സംസ്ഥാനങ്ങളിലുള്ള അയ്യപ്പ ഭക്തരുമായിട്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പ്രധാനമായും ബന്ധമുള്ളത്. അദ്ദേഹത്തെ നമ്മൾ സ്പോൺസർ എന്ന് പറയുമ്പോൾ ഈ സ്പോൺസർ ആയത് എങ്ങനെയാണ് എന്നതുകൂടി പറയണമല്ലോ. സ്പോൺസർ എന്ന് പറയുന്നുണ്ടെങ്കിലും ഈ പണം മുഴുവൻ ഇദ്ദേഹത്തിന് സ്വന്തമാണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. പണമൊക്കെ പിരിക്കുന്നതാണ്. പണം മറ്റുള്ളവരിൽ നിന്ന് സമാഹരിച്ചാണ് അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്. അതോടൊപ്പം തന്നെ മകരവിളക്കിന് 2 വർഷം മുമ്പ് വരെ മകരവിളക്കിന്റെ തലേ ദിവസം ശബരിമലയിൽ അന്നദാനം നടത്തുന്നതും ഇതേ ഉണ്ണികൃഷ്ണൻ പോറ്റിയായിരുന്നു. അപ്പോൾ ശബരിമലയിലെ വിവിധ കാര്യങ്ങൾക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കോടികൾ പിരിച്ചിട്ടുണ്ട് എന്നതാണ് ദേവസ്വം ബോർഡിന്റെ ഒരു നിഗമനം. അപ്പോൾ ആള് ചില്ലറക്കാരനല്ല എന്ന് ചുരുക്കം. അപ്പോൾ ഇതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കുറിച്ച് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ. ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തലനുസരിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും സുഹൃത്തിന്റെയും നീക്കങ്ങളിലൊക്കെ ദുരൂഹതയുണ്ട്. അയ്യപ്പ സംഗമം വിവാദത്തിലാക്കാൻ വേണ്ടി മനഃപൂർവ്വം രംഗത്ത് വന്നതാണെന്നാണ് സർക്കാരിന്റെ നിഗമനം. പക്ഷേ അപ്പോഴും പുറത്തു വന്ന വെളിപ്പെടുത്തലുകൾ ദേവസ്വം ബോർഡിന്റെ വീഴ്ചകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. സ്പോൺസറുടെ പശ്ചാത്തലം നോക്കേണ്ടതും സ്വർണ്ണം ഉൾപ്പെടെയുള്ള വസ്തുക്കളിൽ കണക്ക് കൃത്യമായി സൂക്ഷിക്കേണ്ടതും ദേവസ്വം ബോർഡാണ്. ശബരിമലയിലെ സ്വർണ്ണത്തിന്റെ കാര്യത്തിൽ ഒരു കണക്കുമില്ല എന്നാണ് കഴിഞ്ഞ ദിവസം വിജിലൻസ് കോടതിയിൽ നൽകിയ റിപ്പോർട്ട്. കോടികൾ വരുമാനമുള്ള ക്ഷേത്രത്തിലെ വഴിപാട് സ്വത്തുക്കൾ അലക്ഷ്യമായി കൈകാര്യം ചെയ്യേണ്ടതാണോ എന്ന ചോദ്യം ഭക്തർ ഉന്നയിക്കുന്നുണ്ട്.